എന്തോ അമ്മി ഇത്? കടയിലെടുത്തോണ്ട് വന്ന് തേയില ചണ്ടിയും വാഴക്കാറ തൊലിയും കൂടെ ഉണക്കിയിട്ടിരുന്നത്. ആദ്യം ഓർക്കിഡിനൊക്കെ ഇട്ടാൽ നല്ല വളമാണ്. ഇടുകയാണ് നല്ലതായിട്ട് തിരിച്ചു വരുന്നു. പെട്ടെന്ന് പൂവൊക്കെ പിടിക്കും. നമ്മുടെ വീട്ടിലെ ചെടികളാണിത്. പപ്പയുടെ ആട്ടിൻകുട്ടികളുമായിട്ട് പണിയില്ല. ഇവനാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കുരുത്തം കെട്ടവൻ. എന്താടാ നമ്മൾ പല്ല് തേക്കുമ്പോൾ നമ്മുടെ ബ്രഷ് വേണം, അങ്ങനത്തെ കുരുത്തം കെട്ട്. പപ്പയുടെ ആടിൻ്റെ പിറകില വൈകിട്ടത്തെ പരിപാടി. ഹലോ പറഞ്ഞേ, ഹായ്. സഹോദരങ്ങൾ കേട്ടോ, മക്കളടുത്തില്ലാത്തതുകൊണ്ട് അമ്മയാ അവൻ്റെ. കുട്ടികൾ അടുത്തുനിന്ന് മാറി കഴിഞ്ഞാൽ ഭയങ്കര കരച്ചില. വാ വാ ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വാ. ഹലോ ഗൈസ് എന്ന് പറയൂ. ഹലോ ഗൈസ്. കുരുത്തക്കേടിൻ്റെ അമ്പരം ഇവൻ. ഞങ്ങളുടെ കോവൽ കൃഷിയായത്. ഇത് പയറാട്ടോ, നമ്മുടെ വീട്ടിലെ ചെറിയ പയറാ. പണ്ട് ഒത്തിരി കൃഷി ഉണ്ടായിരുന്നു. ഇപ്പം അവിടെ ഇവിടെയായിട്ട് ചെറു പയറും ഒക്കെ നിൽക്കുന്നുണ്ട്. പിന്നെ വഴുതന ഉണ്ട്. ഇതിൽ ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ മമ്മി പറിച്ച് മെഴുക്കോട്ടൊക്കെ വെച്ചിരുന്നു. 2-3 പറിച്ച്. ഇത് ലാസ്റ്റത്തെ കേട്ടോ. നമ്മുടെ അയ്യത്ത് പോവാ താഴേലി അമ്മി. അയ്യ കേട്ടോ, ഇത് മൊത്തത്തിൽ കാട് പിടിച്ച് കിടക്കുക. കാരണം നല്ല മഴയായപ്പോഴത്തേക്കും കാട് കയറി പിടിച്ചേട്ടോ. നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ നട്ടിട്ടുണ്ടായിരുന്നു. ഈ നിൽക്കുന്ന എല്ലാം മഞ്ഞളാണ് നമ്മുടെ. നോക്കട്ടെ, ഇഷ്ടംപോലെ ഇവിടെ എല്ലാം ഇഞ്ചിയായിരുന്നു. അടുത്ത ആഴ്ച എന്തായാലും വാങ്ങിക്കത്തുള്ളൂ നമ്മുടെ വീട്ടിലെ പച്ചക്കറി വണ്ടി. ഇത് മതിയോ? ഇതെല്ലാം സെറ്റാക്കി വെച്ചേക്കുവാ മമ്മി. ഇതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കേട്ടോ നിൽക്കുന്നേ. അപ്പം നമുക്ക് കറിവേപ്പില പറിക്കാം. കറിവേപ്പില എവിടെയെങ്കിലും ഒടിച്ചിങ്ങനെ എടുത്താൽ മതി കേട്ടോ. അതാണ് നമ്മുടെ കറിവേപ്പില മരം. ഇതിൻ്റെ എണ്ണയൊക്കെ പൂത്തിപ്പോണ്ട് ഇവിടെ.
കപ്പയും നമ്മുടെ ചിക്കൻ നേരത്തെ പുരട്ടി വെച്ചിരിക്കും കേട്ടോ. തുണി വേണ്ടേ? ബിരിയാണിയാണ്. ബിരിയാണി നമ്മൾ വച്ചിട്ടുണ്ട്. ബിരിയാണി പിന്നെന്തോമി ചിക്കൻ കറി. എന്നിട്ടുണ്ടല്ലോ അതാ സഹോദരി പറയണം മിസ്റ്റർ. പറയണം എന്താണ് എന്തെങ്കിലും 2 വാക്ക് എന്നെ പറ്റി നല്ലത് പറയും. മമ്മി ഉണ്ടാക്കിയ ബിരിയാണി എങ്ങനെ ഉണ്ടമ്മ? മമ്മി ഉണ്ടാക്കിയ ബിരിയാണി എങ്ങനെ ഉണ്ടമ്മ? കൊള്ളാം.